അപ്പൊ ഇത്രയും വർക്ക് ചെയ്ത സിനിമകളിൽ അങ്ങനെ കൂടുതൽ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു എന്താ പറയാ സ്റ്റണ്ട് കൊറിയോഗ്രാഫിയിൽ കൂടുതൽ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ഫിലിം മേക്കേഴ്സ് ഇപ്പം ഇത്രയും വർക്ക് ചെയ്തതില് ആരാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ഇപ്പൊ എനിക്കൊക്കെ നമ്മളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ ഷാജി കൈലാസ് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ തമിഴിലാണെങ്കിൽ നമുക്കിപ്പോ ലോകേഷ് ഇപ്പൊ കുറെ പേര് ഡയറക്ടേഴ്സ് തന്നെ അവരൊരു എന്താ പറയാ സ്റ്റണ്ടിന് അല്ലെങ്കിൽ അവരൊരു ഫൈറ്റിന് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു ഇപ്പൊ പറയാറുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് പൂർണ്ണമായിട്ടും ഫൈറ്റ് മാസ്റ്റർക്ക് വിട്ടുകൊടുക്കുന്നത്. ഇപ്പൊ പക്ഷെ ഇവര് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇവര് അതിനൊരു കൊറിയോഗ്രാഫി ചെയ്യുന്നു എന്ന് പറയാറുണ്ട്, സ്ക്രിപ്റ്റ് എഴുതാറുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും അങ്ങനെ എടുത്തു പറയാൻ അങ്ങനെ പേരുകൾ പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഞാൻ ചെയ്ത സിനിമകളിൽ അങ്ങനെ സ്ക്രിപ്റ്റ് അവര് എഴുതി വെച്ച് ചെയ്തിട്ടില്ല. റീസെന്റ് ഒരു തമിഴ് പടം ചെയ്തിരുന്നു, ഡാർക്ക് ഹെവൻ എന്ന് പറഞ്ഞിട്ട്. ഡയറക്ടർ ബാലാജി അവരൊരു പാറ്റേൺ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, അല്ലാതെ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയില്ല. ആ ഒരു പാറ്റേൺ പറഞ്ഞു, കൂടുതൽ സിനിമാറ്റിക് അല്ലാതെ ലൈവായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പാറ്റേൺ പറഞ്ഞു. ഇപ്പൊ ഇതില് ഇപ്പൊ ഈ ഫൈറ്റ്സിലൊക്കെ വരുന്ന നമ്മൾ പറയാം ഈ ആർട്ടിസ്റ്റുകൾ, അതായത് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ വരുമ്പോ അതൊക്കെ ശരിക്ക് ഇപ്പൊ എങ്ങനെയാണ്? എല്ലാം കേരളത്തിൽ നിന്നും ഉണ്ടോ അതോ റിസ്കി ആണല്ലോ ശരിക്കും? ഇപ്പൊ നമ്മൾ ഹീറോ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, പൃഥ്വിരാജ് അഭിനയിച്ച. അതിൽ ശരിക്കും ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ ജീവിതമാണ് പറയുന്നത്. അത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു അവര് അതായത് വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് അറിയാതെ വരുന്നതാണ് ഇവര്. അങ്ങനെയൊക്കെ ആ ഒരു ലൈഫ് ഇൻസ്പയർ ചെയ്തിട്ടാണ് സിനിമ. അങ്ങനെ തന്നെയാണ്, റിസ്ക് ആണ്. ടൈമിങ് തെറ്റി കഴിഞ്ഞാൽ, അതുപോലെ ചില കാര്യങ്ങള് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. എങ്കിലും പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഫിലിം ക്യാമറയുടെ കാലത്തേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക്. അങ്ങനെ ഒന്നും റിസ്ക് ചെയ്യാതെ തന്നെ കുറച്ചൊക്കെ ഭയങ്കര റിസ്കി ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സിനിമകളുണ്ട്? ഞാൻ ചോദിച്ച ഇൻസിഡൻസ്, സിനിമയുള്ള ഇൻസിഡൻസ് എന്തെങ്കിലും ഓർമ്മയെന്ന് പറയാൻ പറ്റും ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയ ശേഷമുള്ളത്? റിസ്കി ആയിട്ട് നമ്മള് ഡയറക്ടർ പ്രവീൺ ഗാന്ധ് പറഞ്ഞിട്ട് തമിഴ് ഡയറക്ടർ, പുലിപ്പാറ എന്നൊരു പടം ഉണ്ടായിരുന്നു. അത് ഇതേപോലെ LTT ലീഡർ വേലുപ്പിള്ള പ്രഭാകരന്റെ ഒരു ഹിസ്റ്ററിയാണ് പടം. അപ്പൊ അതിൽ കുറച്ച് റിസ്കി ഷോട്ട്സുകളാണ് കൂടുതൽ. അതുപോലെ റോപ്പ് സീക്വൻസും കംപ്ലീറ്റ് അറ്റ് എ ടൈം തന്നെ 9 പേരൊക്കെ റോപ്പിൽ ഹാങ് ചെയ്തിട്ടും ഗൺ ഷൂട്ടും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര റിസ്കി ഷോട്ട്സ് ആണ് അത് കൂടുതൽ. പിന്നെ അതിനുശേഷം ചെയ്തിട്ടുള്ളത് ഈയിടെ ചെയ്ത തെലുങ്ക് പടം. അവിടുത്തെ മേക്കിംഗ് സ്റ്റൈൽസ് എങ്ങനെയാ തോന്നുന്നത്? ഇപ്പൊ തെലുങ്കും മറാത്തിയും ഹിന്ദിയും മലയാളം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഓരോ ഭാഷയിലും സ്റ്റൈൽ അവരുടെ ഒരു സ്റ്റണ്ടിൽ ഉണ്ടാവുന്ന. അപ്പൊ ഇവിടത്തെക്കാട്ടല്ല ഇവിടെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിരിക്കും. നമ്മളെ തെലുങ്ക് കാണുമ്പോൾ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ അവർക്ക് വേണ്ടത്. കൂടുതൽ വെറൈറ്റി ആയിട്ട്, കൂടുതൽ ആരും പ്രതീക്ഷിക്കാതില്ല. ലോജിക് ഒന്നും വിഷയമല്ല. കാരണം നമ്മൾ തെലുങ്കിലാണ് നമ്മൾ കൂടാൻ ഈ പൊടി പറക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ. ഇവിടെ കുറവാണ് അങ്ങനെ. അപ്പൊ തെലുങ്കിൽ അങ്ങനെയുണ്ട്, തമിഴിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത്? മാറിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി മാറിയിട്ട് വരുന്നുണ്ട്. പക്ഷെ തെലുങ്ക് ഇപ്പോഴും അവരതാണ് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചാൽ ഓരോ ഭാഷയിലും പോകുമ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ. തീർച്ചയായും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ? അത് നിങ്ങൾ ഡയറക്ടറുടെ കൂടെ ഇരുന്നിട്ടാണോ അങ്ങനെ ഓരോ ഭാഷയിൽ ചെല്ലുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇല്ല, അവര് നമ്മളോട് സിറ്റുവേഷൻ മാത്രമേ പറഞ്ഞു. ബാക്കി നമ്മള് പ്ലാൻ ചെയ്തതിനു ശേഷം അവര് ഒന്ന് കാണിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഒരു ജോലി ഏതായാലും സെയിം ആയിട്ടാണോ തോന്നാറുള്ളത്? ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇടിച്ചിട്ട് ഒരു 5 പേര് തെറിച്ചു പോകുന്നു. ഇപ്പൊ മലയാള സിനിമയിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോലും. ഇപ്പൊ ബാബു ആന്റണി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴല്ല അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു നോർമലി ഒരാൾ ഇടിച്ചാൽ ഒരു പറന്നു പോകുന്നതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോ ഈ അങ്ങനെ പറന്നു പോകുന്ന ടൈപ്പ് ഓഫ് സീക്വൻസുകളാണോ അതോ റിയലിസ്റ്റിക് ആയ സീക്വൻസുകളാണോ? നിങ്ങളുടെ ജോലി ശരിക്കും ഏതാണ് എളുപ്പം? ഈസി പറന്നു പോകുന്നതാണോ? അതെന്തുകൊണ്ടാണ്? അതെന്താ വെച്ചാൽ നമുക്കിപ്പോ ഗിമ്മിക്കുകൾ കുറച്ച് ഉപയോഗിക്കുന്നതാണോ? ക്യാമറ ചിലപ്പോൾ ടൈമിങ്ങോ എക്സ്പ്രഷനോ ഒക്കെ ഇല്ലാത്ത ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവരെ വെച്ച് ചെയ്യാൻ എളുപ്പം റോപ്പ് സീക്വൻസ്. അങ്ങനത്തെ സീക്വൻസുകളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശരിക്കും കൂടി എളുപ്പം. അത് കുറച്ചുകൂടി വേറെ ക്യാമറമാനാണോ അത് കൂടുതൽ പണി വരുന്നത്? ക്യാമറമാൻ അത്ര പ്രശ്നമില്ല. മൾട്ടി ക്യാം ഉണ്ടാവും, മൾട്ടി ക്യാം ഉണ്ടാവും. എങ്കിലും അത് കൂടുതൽ റിസ്ക് വരുന്ന ട്രാവൽ ചെയ്യുന്ന സ്റ്റണ്ട് ആർട്ടിസ്റ്റിനാണ്.